എത്രയൊക്കെ സുഹൃത്താകാമെന്ന് പറഞ്ഞാലും ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ അതിർത്തിയിൽ ചൈനയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇന്ത്യ ഉപഗ്രഹ ചിത്രങ്ങൾ. എന്തായാലും എന്താണ് ചൈന അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ അമേരിക്കയുടെ താരിഫുകൾക്കിടയിൽ വലിയ ഊഷ്മളമായി പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചൈന അതിർത്തി പ്രശ്നം, നിർണായക ധാതുക്കളുടെ വിതരണം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിലെ സമീപകാല വികസനത്തിനിടയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖ, അതായത് LAC സമീപം സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യക്ക് ഒരു മോശം വാർത്ത എന്ന നിലയിൽ ഇന്ത്യൻ അതിർത്തിയോട് വളരെ അടുത്തുള്ള ടിബറ്റിലെയും സിൻജിയാങ്ങിലെയും വ്യോമത്താവളങ്ങളും വിമാനങ്ങളും ചൈന വേഗത്തിൽ നവീകരിക്കുന്നു. ഇത് ഇന്ത്യൻ പ്രതിരോധ അധികാരികൾക്ക് ഒരു ആശങ്ക ഉയർത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള ചൈനയുടെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ത്യ എന്തുകൊണ്ട് ആശങ്കപ്പെടണം എന്നതിനെക്കുറിച്ചും പല കാര്യങ്ങൾ ഇപ്പോൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ചൈന എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സിയാച്ചിലിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള തഷ്കുർഗാൻ ഖുൻജറാബ് വിമാനത്താവളത്തിലെ സമീപകാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. 2022 ഇരട്ട സിവിൽ സൈനിക ഉപയോഗത്തിനായി നിർമ്മിച്ച ഈ വിമാനത്താവളം ചൈനയുടെ ഏറ്റവും പടിഞ്ഞാറൻ അറ്റത്തുള്ളതും ആദ്യത്തെ അൾട്രാ ഹൈ ആൾട്ടിറ്റ്യൂഡ് വിമാനത്താവളവുമാണ്. ഇന്ത്യക്കടുത്തുള്ള അതിർത്തി പ്രദേശങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമത്തിൻ്റെ ഭാഗമായതിനാൽ തഷ്കുർഗാൻ ഖുൻജറാബ് വിമാനത്താവളത്തിലെ സമീപകാല വികസനങ്ങൾ അവഗണിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രതിരോധ വിദഗ്ധരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ചൈന കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. തഷ്കുർഗാൻ വിമാനത്താവളത്തിലെ സമീപകാല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. ടിബറ്റിലെയും സിൻജിയാങ്ങിലെയും വ്യോമത്താവളങ്ങളും വിമാനത്താവളങ്ങളും ചൈന അതിവേഗം നവീകരിക്കുന്നു. ഇന്ത്യൻ അതിർത്തിയോട് വളരെ അടുത്തായതിനാൽ ഇന്ത്യൻ അധികാരികൾ സംഭവ വികാസങ്ങൾ അവഗണിക്കരുത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ഇന്ത്യക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും അതിർത്തി മാനേജ്മെൻറ്റ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയും ചൈനയും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.